രാത്രിയിൽ വളരെ ലളിതമായ ഒരു സന്ദേശം അപ്പോസ്തലനായ പൗലോസ് ഫിലോമന് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു എളിയ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കരങ്ങളിൽ ദൈവവചനത്തിന്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലോമൻ എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അതിന്റെ 15-16 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാൻ ഒരു സാവകാശമുണ്ടെങ്കിൽ വായിക്കാം. അല്ലാത്ത പക്ഷം ഞാൻ തന്നെ ആ വേദഭാഗം ഉദ്ധരിക്കാമല്ലോ. ഞാൻ വായിക്കും. അപ്പോസ്തലൻ പൗലോസ് ഫിലോമൻ എഴുതിയ ലേഖനം അതിന്റെ 15-16 വാക്യങ്ങൾ. അവൻ അല്പകാലം വേറുവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ എങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃ സംബന്ധമായും എത്ര അധികം. യേശുവിനെ അറിഞ്ഞ ഒരുവന്റെ, യേശുവിന്റെ സ്നേഹം ഹൃദയത്തിൽ വ്യാപരിച്ച ഒരുവന്റെ അകത്തെ ഏറ്റവും വലിയ അഭിലാഷം, അഭിവാഞ്ച മറ്റുള്ളവരും യേശുവിനെ അറിയണമെന്നുള്ളതാണ്. ഈ കാരാഗൃഹത്തിലെ പരിമിതമായ സാഹചര്യത്തിൽ കിടന്ന്, ആ കാരാഗൃഹത്തിൽ കിടന്ന് പഴി പറഞ്ഞ്, ആ കാരാഗൃഹത്തിൽ കിടന്ന് ഡിപ്രസീവായി നിരാശ പറഞ്ഞ് ശിഷ്ടമുള്ള ജീവിതം കണ്ണുനീരിലും കയ്പിലും ചിലവഴിക്കാതെ തന്റെ കണ്ണുനാളത്തിൽ അവസാന ശ്വാസമുള്ളിടത്തോളം ചിലരെ യേശുവിന് വേണ്ടി നേടാൻ വ്യഗ്രത കാണിച്ച പൗലോസ് അവിടെയും ഒരുവനെ ക്രിസ്തുവിങ്കലേക്ക് നടത്തി. ഒരു മേർഡറസ് അറ്റംപ്റ്റ് എന്ന് വരെ വേദചിന്തകർ പറയുന്നുണ്ട്. അതുപോലെ വലിയ ഒരു തെറ്റ് ചെയ്ത് ഓടിപ്പോയ ഒരുവനെ കുറിച്ച്, അവൻ ഏത് വീട്ടിൽ നിന്ന് ഓടിപ്പോയോ ആ വീട്ടുകാരൻ ഒരു കത്തെഴുതുകയാണ്. ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് നെവർ ഈസി. ഒരിക്കലും എളുപ്പമല്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു വലിയ ഉണർവ് പ്രസംഗത്തിലൂടെ വരുത്താൻ ശ്രമിക്കാതെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം വരുത്തി ഒരു ഉണർവിലേക്ക് അത് നയിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ താഴ്മയോടെ വിളിച്ചു പറയുകയാ, ദൈവ സ്നേഹം വ്യാപരിക്കുന്നവന് ഇതൊന്നും ഒരു വിഷയമല്ല. ആമേൻ. ഹൃദയത്തിൽ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരുവന് സമാധാനം ഉണ്ടാവുക, സമാധാനം വരുത്തുക, നിരപ്പാവുക, നിരക്കുക, വിട്ടുകളയുക, ഐക്യതയിലേക്ക് വരിക, ഇതൊന്നും ഒരു വിഷയമല്ല. ദൈവസ്നേഹമുള്ള കുടുംബത്തിൽ ക്ഷമയൊരു വിഷയമല്ല. ദൈവസ്നേഹമുള്ള സഭയിൽ സമാധാനം ഒരു പ്രശ്നമല്ല. ദൈവസ്നേഹമുള്ള ശുശ്രൂഷയിൽ ഹല്ലേലൂയ നിരപ്പും ഐക്യതയൊന്നും ഒരു പ്രശ്നമല്ല. ദൈവസ്നേഹമാണ് നമ്മുടെ അകത്തളങ്ങളിൽ ഇതിനൊക്കെ നമ്മെ ഒരുക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം കേട്ടോ, ഒരു ഗതിയില്ലാത്തവനെ ഗതിയുള്ളവനാക്കി തീർക്കുന്നതാ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഒരു കഴിവില്ലാത്തവന്, ഒരു പ്രാപ്തിയും ഇല്ലാത്തവന്, ആർക്കും വേണ്ടാത്തവന് വിലയും നിലയുമുള്ളതാക്കി തീർക്കുന്നതാ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഹല്ലേലൂയ. നിന്റെ കയ്യിലുള്ള പണത്തിനോ പ്രതാപത്തിനോ പത്രാസിനോ കഴിയാത്തത് സുവിശേഷത്തിനും ദൈവകൃപയ്ക്കും കഴിയും. അതുകൊണ്ടാ ഇന്ന് രാത്രിയിലും നമ്മളും പലരും ഇവിടെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒനേസിമോസ് എന്ന് പറഞ്ഞ റൺ എവേ സ്ലേവ്, വീട്ടിൽ നിന്ന് ഒരുപക്ഷെ കുറെ പണം കട്ട് ഒരു മേർഡറസ് അറ്റംപ്റ്റ് നടത്തി ഓടിപ്പോയവൻ വന്നത് കൃത്യം പൗലോസ് കിടക്കുന്ന അതേ ജയിലില. പ്രൈസ് ഗോഡ്. അവിടെ പൗലോസ് സുവിശേഷം പറഞ്ഞ് ഇവനെ ക്രിസ്തുവിങ്കലേക്ക് നടത്തിയതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം.
ആരെങ്കിലും കുറിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഈ വേദഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പാഠം, നമ്മുടെ വിഷയം ഗോസ്പൽ ആൻഡ് ഗ്രേസ് എന്നുള്ളതാണ്. സുവിശേഷവും ദൈവകൃപയും. ഗോസ്പൽ ആൻഡ് ഗ്രേസ്. ലെസൺ നമ്പർ 1. ഒന്നാമത്തെ പാഠം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, മണി ആൻഡ് മാൻഷൻ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. മണി ആൻഡ് മാൻഷൻ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മുടെ വീടും നമ്മുടെ ധനവും നമ്മുടെ സൗകര്യങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പണവും നമുക്ക് തന്നിരിക്കുന്ന സകല നന്മകളുടെയും പ്രധാനപ്പെട്ട ഉപയോഗം, വിനിയോഗം സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയായിരിക്കും. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ക്രിസ്തീയ സമൂഹം ഇത് കേൾക്കണം. ആമേൻ. സഭകൾ ഇത് കേൾക്കണം. ദൈവജനം ഇത് കേൾക്കണം. ഞാൻ ഈ ഭാഷ പറയുന്നതിൽ ക്ഷമിക്കണം കേട്ടോ. എന്റെ സ്നേഹിതൻ കാവാലം പാസ്റ്റർക്ക് ഒരു ഭാഷ ഞാൻ പറയാം. ഒരു ഗതി പരഗതി ഇല്ലാതിരുന്ന നമ്മളെയൊക്കെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിരുന്ന നമ്മളെയൊക്കെ ആവശ്യത്തിലും അധികം നന്മയും സൗകര്യവും തന്ന് കർത്താവ് പല ദേശങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ആക്കിയിരിക്കുമ്പോ നമുക്ക് നൽകിയിരിക്കുന്ന നന്മ, നമ്മുടെ സ്വാധീനം, നമ്മുടെ അനുഗ്രഹം ദൈവരാജ്യത്തിന് വേണ്ടി നാം ഉപയോഗിക്കണം. ആമേൻ. So not only that Philemon had a home, in the verses 1 and 2 that we read, he had a big home. What? He had a big home. I lived in a very small house in the city of Philadelphia. Now I'm in Houston. We bought a new home. I don't say this is a mansion, but I have a 4-bedroom home, and I have a study, and I have an office where I can sit. I have a room for me and my wife. I have a room for my only daughter, and I have a room for guests. God has given us a spacious home, and I'm so thankful to God. I was born and raised in a small village, in such a small house. My dad and my mom and 2 grandmothers, 3 of my siblings. It was not easy. Dad serving the Lord. Think of those olden days. നമ്മളൊക്കെ വന്ന സമയങ്ങളൊന്ന് നോക്കിക്കേ. എന്നാ ഡൈനിങ് ടേബിള്, കൊരണ്ടി പലകയിൽ ഇരുന്നല്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ എന്നെ നോക്കുന്ന കണ്ടാൽ നാട്ടിൽ നിന്ന് ഡൈനിങ് ടേബിൾ സൂട്ടും ഫോർക്കും നൈഫും ഒക്കെ ഇട്ട പോലെ ഇരിക്കുമല്ലോ. എന്നെ കേൾക്കുന്ന പിള്ളേർക്ക് എത്ര പേർക്ക് ഭാഷ അറിയാവുന്ന അറിയത്തില്ല. കൊരണ്ടി പലകയിൽ ഇരുന്ന് ആകെ ഒരു കസേര ഉണ്ടായിരുന്ന അപ്പൻ ഇങ്ങനെ രാജാവിനെ പോലെ നടുക്കിയിരിക്കുക. ഞാൻ രാജാവ് എന്ന് പറഞ്ഞ മോശമായിട്ടല്ല, അപ്പനൊക്കെ അന്ന് കൊടുത്തിരുന്ന ബഹുമാനം അതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം മാത്രം നടുക്കിരിക്കും, ബാക്കി എല്ലാവരും നിലത്തിരിക്കും. അമ്മ സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പുന്നത്. ഇന്ന് ടേബിളിൽ നരച്ച് 30 ഐറ്റം വിളമ്പിയാൽ ആ സന്തോഷമൊന്നും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളിടത്തുനിന്ന് വന്ന നമുക്ക് ദൈവം വീട് തന്നിട്ടുണ്ട്, നന്മ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ആമേൻ. Praise God. Philemon experienced the power of the gospel. He was a Gentile. He was a rich man. He was a very influential man. And Paul shared the gospel with Philemon. What does he do? He opens his home so that a church can be run in that home. അവനവന്റെ വീട് സഭയ്ക്ക് വേണ്ടി തുറന്ന ഒരു പ്രാർത്ഥന നടക്കാൻ. എന്റെ ചോദ്യം, കോവിഡ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഓസ്ട്രേലിയ റെസ്ട്രിക്ഷൻസും എനിക്കറിയത്തില്ല. നാളെ തൊട്ട് വീട്ടിൽ പ്രയർ നടത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ ഡോണ്ട് നോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്കൊക്കെയുള്ള വീടുകളിൽ ദൈവദാസന്മാർക്ക് കയറി ഇറങ്ങാനും ദൈവജനത്തിന് കയറി ഇറങ്ങാനും പ്രാർത്ഥന നടക്കാനും ബൈബിൾ സ്റ്റഡി നടക്കാനും ഒക്കെ ഉപയോഗിക്കണം. അത് മുഴുവനും ഫർണിഷ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വിലയുള്ള പ്ലേറ്റ് മേടിച്ചു വെച്ച് ഒരൊറ്റ നേരം അതിനകത്ത് തിന്നുവെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇന്ന് നാട്ടിൽ നിന്ന് മേടിച്ചോണ്ടുവന്ന ശീൽപാത്രത്തിലാ കഞ്ഞി കുടിക്കുന്നത്. ഇത് വല്ലോനെയും കാണിക്കാൻ വെച്ചേക്ക. ഇന്ന് വരെ ഈ സാധനം അതിനകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ഒരു നല്ല സോഫ മേടിച്ചാൽ അതിൽ ആളെ ഇരുത്തത്തില്ല, അതും കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചേക്ക. ആരെ കാണിക്കാൻ? പ്രൈസ് ഗോഡ്. പലതും ഒരു ഷോയുടെ കാലമായിട്ട് വന്നേക്കുക. ഞാൻ എത്ര എടുത്ത് കയറി ഇറങ്ങുന്ന ആളാ, അതുകൊണ്ടാ ധൈര്യമായിട്ട് പറയുന്നത്. പ്രൈസ് ഗോഡ്.
Amen. Can we? Praise God. So പക്ഷെ തോമസ് ജോർജിനോട് ചോദിച്ചു നോക്ക്, ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഏറ്റവും ക്രീം സ്ഥലം സഭയ്ക്ക് എഴുതി കൊടുത്തുകൊണ്ടാ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അവിടെ ഉള്ളത്. നിങ്ങൾക്കറിയാമോ? നമ്മുടെ പല സഹോദരങ്ങളും അങ്കിളുമാരും ആന്റിമാരും നോർത്ത് ഇന്ത്യ പോയപ്പോ അവർ ഒരു കൊച്ചു മുറിയില് കേരളത്തിൽ നിന്ന് കുമ്പനാടുന്ന് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് താമസിപ്പിച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത്, അതുകൊണ്ട് ഇന്ന് അവിടെയെല്ലാം പല സഭകളുള്ളത്. പ്രൈസ് ഗോഡ്. നമ്മൾ പലരും വില കൊടുത്തത് കൊണ്ട് അനേകിടത്ത് ദൈവസഭകൾ ഉണ്ടായത്. ആമേൻ. Let our homes be open for the glory of God. Let our houses be open for the glory of God. Let the wallet be open for the glory of God. Let us use our talents, time and treasure, opportunities and the influence and whatever that the Lord has given us for the glory of God. God started transforming my life. ഒരു മണിക്കൂറിൽ 2 രൂപയ്ക്ക് വേണ്ടി ഞാൻ തെങ്ങിന് കളച്ചിട്ടുണ്ട്. 2 rupees ഞാൻ തെങ്ങിന് കളച്ചിട്ടുണ്ട്. ഒരു മണിക്കൂർ അതിരാവിലെ 5:30 തെങ്ങിന് കളച്ചാൽ കിട്ടുന്ന പൈസ 2 രൂപ ആയിരുന്നു. അതുകൊണ്ട് വേണം ഓംലേറ്റ് കഴിക്കാൻ, അതുകൊണ്ട് വേണം റെയ്നോൾസിന്റെ പേന വാങ്ങാൻ, അതുകൊണ്ട് വേണം നോട്ട് ബുക്ക് വാങ്ങാൻ, അതുകൊണ്ട് വേണം ജീവിക്കാൻ. പ്രൈസ് ഗോഡ്. 2 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന 4. എന്റെ കഥ പറയാനൊന്നുമല്ല ഞാൻ ഇന്ന് രാത്രി ഇത് പറയുന്നത്. സാമച്ചാന്റെ ജ്യേഷ്ഠനടക്കം പലരും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ പോലെ കുറെ പാസ്റ്റർമാർ മക്കൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം ഇന്ന് റീജിയന്റെ പ്രസിഡന്റാ. ഞാൻ ഇന്ന് 410 കുടുംബങ്ങളുള്ള 10,500 പേരുള്ള ഒരു സഭയുടെ പാസ്റ്ററാ. ഞങ്ങൾ ഈ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നു കയറിയതാണെന്ന്. അല്ല, കർത്താവ് കൊണ്ടുവന്നതാ ഇവിടെ വരെ. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തമ്പുരാൻ ഇതുവരെ ഞങ്ങളെയൊക്കെ നടത്തിയത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ 10 രൂപ കിട്ടിയാൽ, നമുക്ക് ദൈവം നന്മ തന്നാൽ, നമുക്കൊരവസരം ഉണ്ടായാൽ, നമ്മുടെ ആദ്യത്തെ ചിന്ത ഇത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് എങ്ങനെ ഉപയോഗിക്കാം. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ യജമാനനും കൂലിവേലക്കാരും. പക്ഷെ ഞായറാഴ്ച ഒരു മുറിക്കകത്ത് വന്ന് മുട്ടയിലിരിക്കുമ്പോ വലിയവനും ചെറിയവനുമില്ല, യജമാനനും ദാസനുമില്ല, സുവിശേഷത്താലും ദൈവകൃപയാലും രൂപാന്തരപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുക. ഇതാ സുവിശേഷത്തിന്റെ ശക്തി. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. Do you know how church was born on the day of Pentecost? On the day of Pentecost, there was tax collector who would go and pressure and push and levy tax from these people. There were slaves, there were peasant girls, there were people of different language and ways. They were all in one room on the day of Pentecost. And the power of the Holy Spirit came upon them. ഞാൻ പറയട്ടെ, സമൂഹത്തിലെ സകല മനുഷ്യരെയും ഒരു നിരെ കൊണ്ട് നിർത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനത്തിന്റെ പേരാ സുവിശേഷം വിശ്വസിക്കുന്ന ദൈവജനം. ലോകത്തിലെ ഒരുവൻ വിചാരിച്ചാലും, മഹാത്മാഗാന്ധിയോ മാർട്ടിൻ ലൂതർ കിങ്ങോ ഒന്നും വിചാരിച്ചാൽ ഈ സമത്വം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാറൽ മാർക്സ് വിചാരിച്ചാൽ ഈ സമത്വം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരും വിചാരിച്ചാൽ ഈ സമത്വം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ സമത്വം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. അതിന്റെ പേരാ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. Praise God. I have a question to you this evening. Would you use your money, your talent? Yesterday I had a missionary come to my house yesterday evening. I said, come on brother, I have maybe probably half an hour before I go for the next comment. Please come. He shared his testimony with me, how he quit his job to serve the Lord in the state of Orissa. I've been to Orissa, several villages in Orissa. How he quit his job to serve the Lord in Orissa, what the Lord is doing through him. He has a good job and he had everything in America. He left all that to travel to the state of Orissa to serve the Lord. I just want to encourage some of you listening to me. I don't want to sound too revivalistic this evening, but to challenge your conscience. Would you use the money that God has given you?
the time that God has given you, the treasure that God has given you, the palace-like home that God has given you, the influence that God has given you to serve the Lord, to support a missionary, to adopt a village in North India, to go out and share the gospel with somebody. കർത്താവിന് മുന്നിൽ നിൽക്കുമ്പോ നമുക്ക് എത്ര കാശുണ്ടായിരുന്നെന്നോ നമ്മുടെ വീടിന് എത്ര മുറി ഉണ്ടായിരുന്നെന്നോ ഒന്നും ചോദിക്കത്തില്ല. അത് ഏതെങ്കിലും യേശുവിന് വേണ്ടി നീ ഉപയോഗിച്ചോ അതേ കർത്താവ് ചോദിക്കത്തുള്ളൂ. Philemon used his mansion to have a church. And the beauty എന്നായിരുന്നു, the slaves working under him got saved. Hallelujah. At least heard the gospel. ഒനേസിമസ് ഓടിപ്പോയി, പക്ഷെ ഇന്ന് അവിടെ ഒരു സഭ നടക്കുക. Hallelujah. That's why I want to share. Use your money and mansion. Not only that he uses money and mansion, I have so much to share. Please listen to me carefully. It talks of his wife, സഹോദരിയായ അപ്പിയായിക്ക് വന്ദനം. നല്ല പങ്ക് ആൾക്കാരും പറയുന്നത് അപ്പിയ would have been his wife, അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും. അദ്ദേഹത്തിന്റെ സഹോദരി എന്നുള്ള അർത്ഥത്തിലല്ല മൂലഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്, തന്റെ ഭാര്യ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ചെയ്ത വേലയല്ല. സ്തോത്രം. എന്റെ വൈഫിന്റെ എന്റെ ഒരു പ്രധാനപ്പെട്ട വിളിയാണ് മിനിസ്റ്ററിംഗ് ടു മാരേജസ്. ഞങ്ങൾ ഇഷ്ടം പോലെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്, ഇഷ്ടം പോലെ കൗൺസിലിംഗ് നടത്താറുണ്ട്, അവേഴ്സ് കുടുംബങ്ങളിൽ ഇരുന്ന പ്രശ്നങ്ങൾ തീർക്കാറുണ്ട്. ചിലത് ഇതുവരെ തീർന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പുകഴ്ച പറയാൻ പറ്റത്തില്ല. ചിലത് എൻ്റെ ഒരു പ്രതീക്ഷ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരം കിട്ടുമ്പോഴെങ്കിൽ ഒരു രൂപാന്തരം വരുമോ. ചിലത് കർത്താവിനെ ഏൽപ്പിച്ചേക്ക് എനിക്ക് പറ്റത്തില്ല, അതിനൊന്നുള്ള പ്രാപ്തി നമുക്ക്. പക്ഷെ നല്ല പങ്കും ലെവലാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വെറും കൗൺസിലിംഗ് സാറ് നടത്തത്തില്ല, അവിടെ ചെന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കർത്താവ് തന്ന കൃപയിൽ ആത്മനിറവിൽ കുറെ നേരം ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കും. കുറെയൊക്കെ നന്നാകുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ പറയും, ഒരു കാലത്തും ഇല്ലാത്തതുപോലെ കുടുംബങ്ങളെ പിശാച് തൊടുന്ന സമയമായത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ദൂത് ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നു വരെ കണ്ടിട്ടില്ലാത്തതുപോലെ കുടുംബങ്ങളെ പിശാച് തൊടുക, കുടുംബ ബന്ധങ്ങളെ പിശാച് തൊടുക, ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ പിശാച് തൊടുക. ഇന്ന് രാത്രി ഞാൻ നല്ല മറുമരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് തന്നെ ഈ വചന ശുശ്രൂഷ കഴിയുമ്പോ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് കുടുംബമായിട്ട് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. നിന്റെ കുടുംബത്തിൽ ദൈവം ഒരു മിറക്കിൾ ചെയ്യും. ഹല്ലേലൂയ. I don't know how powerful, how influential, how rich of a person you are. തോമസ് ജോർജ് വാസ് ഒരു ചർച്ചിൽ ഒരു വീട്, സീനിയർ പാസ്റ്റർ ഫിലോമ, വിമൻസ് മിനിസ്ട്രിയുടെ ഇൻചാർജ് അപ്പിയ, മിഷൻ കോർഡിനേറ്റർ അർക്കിപ്പാസ്. ഞാൻ പറയണമെങ്കിൽ ഇത് വിശദീകരിക്കാൻ സമയമില്ല. കൊലോസ്യർ 4:17 വായിച്ചാൽ അറിയാം. കർത്താവിന് വേണ്ടി ഭയങ്കര പ്രയോജനമുള്ള മനുഷ്യനായി തീർന്ന ആര്? അർക്കിപ്പാസ്. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെയൊക്കെ അപ്പന്മാര് സുവിശേഷം എടുത്തത് കൊണ്ടും നന്നായിട്ട് എഴുതാനും വായിക്കാനും കഴിവില്ലാതെ ഞങ്ങളുടെ അമ്മച്ചിമാരും മറ്റും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടുമാണ് ഞങ്ങളൊക്കെ പലയിടത്തു നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. Pray that God would use you as a family. Pray that God would send your children as missionaries to the different parts of the world. Hallelujah. Hallelujah. Few days ago, my daughter came home. She's in college, first year college. So we give her pocket money to spend. She came and told us, Daddy, I want to use that money, go for a mission trip from college. I will give half of the money. Can you match that amount? You know, I would have given her the whole amount. She's my only daughter. But she wanted to spend some, she wanted to use that pocket money to go on a mission trip. I was so blessed in my heart. വേറൊന്നും ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അവളെയും കൂടെ ഒരു 3-ാം തലവരെ സുവിശേഷ പ്രസംഗാന അവളും കൂടെ അതാകണമെന്നുള്ള ആഗ്രഹത്തെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രസംഗവേദിയൊക്കെ മനുഷ്യനെ ചാടിപ്പിച്ചും തുള്ളിപ്പിച്ചും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവല്ലേ. ഇന്ന് രാത്രി എനിക്കൊരു മനസാക്ഷിയത്തോടൊന്ന് ചോദ്യം ഞാൻ ചോദിക്കുക. കർത്താവ് ഇതുവരെ കൊണ്ടുവന്നില്ലേ? രാജ്യം വിട്ട് ദേശം വിട്ട് ഇത്രയും ദൈവം മാനിച്ചില്ലേ?
ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? What have you invested for the kingdom of God? തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച a spiritual birth happened in prison. A spiritual birth happened in prison. So think of Paul here. He's in such a difficult situation. Even if we've been blaming all along of COVID, COVID. We cannot go to church. We cannot do anything. You know what Paul says? It was good that I was in chains. പൗലോസ് പറഞ്ഞ എന്നാ? ഞാൻ ബന്ധനത്തിലായിരുന്നത് സുവിശേഷത്തിന് വ്യാപ്തിക്ക് കാരണമായി. ആമേൻ. Even God can use our limitations. തോമസ് ജോർജ് ഭാഷ സഭ ഇത്രയും പ്രാർത്ഥിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ നടന്നിരുന്നത് പ്രോഗ്രാമുകളാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ പോലും ഉത്സവങ്ങളായിരുന്നു. പന്തല് കെട്ടി വലിയ പാട്ടുകാരെ ഇറക്കി 21 ദിവസം ഉപവാസം. എന്നാ ഉപവാസം? ഭയങ്കര പന്തല് കെട്ടി പാട്ടുകാരെ ഇറക്കി ഭയങ്കര പരിപാടികൾ നടക്കായിരുന്നു നാട്ടിൽ. നമ്മൾ ഒരു കൂട്ടം പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുമായിരുന്നു. ഒരു കോവിഡ് വന്നു, എല്ലാത്തിനെയും പിടിച്ച് വീട്ടിലിരുത്തി മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, കോവിഡ്, ഞാൻ ഈ പൊതുവേദി ആയതുകൊണ്ട് പറയുന്നില്ല അധികം, പക്ഷെ ഇന്ന് വരെ നടന്നിട്ടില്ലാത്തത്ര സ്നാനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. Thousands upon thousands of people are coming to Christ. When the church was confined into limitations, when the church learned to kneel down and pray, God is doing an amazing thing. I want to ask you, young man, young girl, I don't know about your family. Maybe you don't have a best father or the most loving mother. Husband, I don't know what kind of situation you're going through. Wife, I don't know how much of joy you experience in your life. Children, I don't know the emotional stress that you're going through. Pastors, I don't know the context of your church. I don't know what you're going through. But as a servant of the Most High God, I want to say that God can use any situation in our life for the glory of God. Hallelujah. Hallelujah. പലപ്പോഴും ഞെരുക്കങ്ങളാണ് ദൈവനാമ മഹത്വത്തിന് കാരണമാകുന്നത്. പലപ്പോഴും നമ്മുടെ ഞെരുക്കങ്ങളും തകർച്ചകളുമാണ് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമാകും. I want to say this in a humble way. My brokenness, the pain that I've gone through, the difficulties that I've gone through has always entered up in the glory of God. ദൈവനാമ മഹത്വത്തിന് അത് കാരണമായിട്ടുണ്ട്. See, two things are happening. You want to see your church growing? You want to see new people coming? Two things must happen. I don't know how much of a big building you have. Don't worry about it. Just have two things. One is a passion for prayer. You should always have a passion for prayer. When the COVID started, we started telephone prayer ministry in the church 4 times a day. What time is it now? It is 3:48 a.m. here in US. So in about 2 hours, our church will wake up and start the telephone prayer, 5:30 in the morning. Then we have telephone prayer at 12 o'clock midday. Then we have prayer at 7 o'clock. Then we have prayer at 8 o'clock in the evening, 4 times a day. Lot of people join morning and evening. You know, in COVID time, God has added 40 plus new families to our church. Amen. So we were so limited. We didn't know what to do. You know, Paul, he cannot do much. He cannot take a ticket. He cannot fly to another country. He cannot do anything. All he can do is, I will use my prison room to seek the face of God. Hallelujah. അവിടെ ഒരു മോനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
എനിക്ക് ഇറങ്ങി വന്ന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇതിനകത്തിരുന്ന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇവിടെ മുട്ടുമടക്കുമ്പോൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. നാളെ എന്റെ ലോയർ കാശും കൊണ്ട് വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കുമെന്നല്ല, എന്റെ ജാമ്യക്കാര് സ്വർഗത്തിലുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്റെ പ്രസംഗത്തിന്റെ മേന്മ കൊണ്ടല്ല ആരും വിടുവിക്കപ്പെടുന്നത്, എന്റെ ദൈവം പ്രവർത്തിച്ചാൽ മതി. When I sit down here and pray, the Lord will do miracles. Hallelujah. So he started with a passionate prayer. And he says, Philemon, I pray for you every day. To you, some of fathers and mothers who are worried about your children, I'm a testament to this factor. Just pray. Just pray. കുഞ്ഞുങ്ങളെ പറ്റി ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് ദൈവാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ സംസാരം കൊണ്ടല്ല അവരാരും നന്നാകാൻ പോകുന്നു. നീ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. അടച്ചിരുന്ന് മുറിക്കകത്ത് ഡോറ് തുറക്കാതെ അതിന്റെ നടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞവനാ നമ്മുടെ ഉയർത്തപ്പെട്ടവനായ ക്രിസ്തു. നമുക്കാർക്കും കയറി ചെല്ലാൻ പറ്റാത്ത മനസ്സിലും ഹൃദയത്തിലും കയറി പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. Just pray. Amen. So he had a passionate prayer life. Then he had a passion to share the gospel. When he was a free man, he shared the gospel. And Philemon is a child of God. Now he is a prisoner. He is still sharing the gospel. Onesimus is a child of God. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? സ്വാതന്ത്ര്യമായിട്ട് നടന്ന കാലത്ത് സുവിശേഷം പ്രസംഗിച്ചു. ഫിലോമൻ രക്ഷിക്കപ്പെട്ടു. എഫെസസിലെ മിഷൻ യാത്ര ചെയ്ത ഫിലോമൻ രക്ഷിക്കപ്പെട്ടു. ചെയിനിൽ കടന്നപ്പോഴും സുവിശേഷം പ്രസംഗിച്ചു. ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടു. നിന്റെ ഏത് അവസ്ഥയിലും നിനക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. Hallelujah. Praise God. Nothing is a limitation for you and I to glorify God. Hallelujah. Hallelujah. What is the power of the gospel? Not only that salvation happened, but reconciliation also happened. This is a very important principle, children of God. I think the Church of Jesus Christ need to learn this important principle. അനേക സഭകളിൽ ഇന്ന് സ്നേഹമില്ല, പാസ്റ്റർമാരുടെ സ്നേഹമില്ല, ലീഡർഷിപ്പിന്റെ ഇടയിൽ സ്നേഹമില്ല. നമ്മളൊക്കെ കാണുന്ന എക്സാമ്പിളൊന്നും അത്ര ഗുഡ് അല്ല. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നാന്നറിയോ? നിരപ്പ. എല്ലാവരും പറഞ്ഞ നിരപ്പ്. Reconciliation. Reconciliation. That's the power of the gospel. I told you, Philemon is the master. Onesimus is the slave. Not only a slave, but a runaway slave, a criminal. Philemon had every right to shoot him dead at sight. Philemon ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ട. ഒനേസിമസിനെ കണ്ടാൽ ആ നിമിഷം തട്ടിക്കളയാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഫിലോമനുണ്ട്. അന്നത്തെ നിയമം അനുസരിച്ച് ഒരൊറ്റ മനുഷ്യനോടും പെർമിഷൻ ചോദിക്കണ്ട. ഇനി വേറെ ഒരു കാര്യം, ഫിലോമന്റെ കണ്ണുമട്ടത്ത് വരണ്ട, ആർക്ക് വേണേലും ഇവനെ കൊള്ളാം. He's a runaway slave. Anybody can kill him. But Paul says, Philemon, he is not an offender anymore. He is not even a slave. He is a true brother in Christ. Hallelujah. അവൻ ക്രിസ്തുവിൽ എനിക്ക് പ്രിയമുള്ള സഹോദരനായി മാറി. That is the power of the gospel. Reconciliation. I don't know if you have issues with your husband-wife relationship. I don't know if you have issues at church. I don't know if you have issues at leadership. I don't know. But if we cannot exercise the power of the gospel in our own life, that is called reconciliation. സുവിശേഷം വെളിപ്പെടുന്നിടത്ത് വലിയവനും ചെറിയവനും ഇല്ല. സുവിശേഷം വെളിപ്പെടുന്നിടത്ത് സ്വാർത്ഥതയില്ല. സുവിശേഷം വെളിപ്പെടുന്നിടത്ത് നിരപ്പാവുള്ളത്. Hallelujah. Reconciliation. I'm sending Onesimus to your house. I'm confident of this. You will not kill him because you are now a child of God.
grace is operating in your life. He is now a child of God. Grace is operating in his heart. When it comes to you, he's not going to come as a slave. He's going to come as a true brother in Christ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില ഹൃദയങ്ങളോട് ഇടപെട്ട് പറയുക, നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും നിരപ്പിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം പിന്നെ എന്താ? പ്രൈസ് ഗോഡ്. That is the power of reconciliation. പാസ്റ്റങ്ങൾ എനിക്ക് തന്ന സമയം കഴിഞ്ഞു, കൃത്യസമയം കഴിഞ്ഞു. പക്ഷേ 10 മിനിറ്റ് പറഞ്ഞിട്ടുള്ള 5 മിനിറ്റ് കൂടി എടുത്ത് ഞാൻ അവസാനിപ്പിക്കും. I'm going to the third lesson. The first lesson is we must use our money and mansion for the glory of God. The second lesson is a passion to propagate the gospel. Whatever be your situation, use that opportunity to share the gospel. Don't complain about your situation. Use that opportunity for the glory of God. Number third, a blessing from brokenness. This is the most important lesson. A blessing from brokenness. Verses 15 and 16. Verses 15 and 16. അവൻ അല്പകാലം വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്കും നേടേണ്ടതിനായിരുന്നു. Philemon, in simple terms, what happened to you and Onesimus is now for the glory of God. It is very difficult for Philemon to believe this. What? He was a trusted slave. He was my finance manager. He grew up in my house. I gave him food. I took care of him. He was with me for a long time. So I gave all my money for him to handle. But one day, he stole all that money and ran away. He cheated me. He's a culprit. No. You have no idea what he did. But Paul says, even that most painful situation in your life now is for a blessing. നമ്മൾ ചിലർക്ക് ചില രോഗം വന്നത് ഒരു അനുഗ്രഹമായി മാറി. നമ്മൾ ചിലർക്ക് ചില വഴി അടച്ചത് ഒരു അനുഗ്രഹമായി മാറി. നമ്മൾ ചില പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത് ഒരു അനുഗ്രഹമായി മാറി. The brokenness will become a blessing. If any of the young people are listening to me, go back and listen to the testimony of Steve Jobs. Steve Jobs. He was born not in a wedlock. He probably didn't know who his father was. His mother gave him birth. He was a foster child. Went to college. He was a college dropout in 6 months. Then he started building Apple Macintosh computer, became one of the richest men. Then he was kicked out of Apple company. He was kicked out of his own company. He went back. He did not quit. He started inventing new things. Came up with Pixar, became the first animated movie in the world. Then he was diagnosed with pancreatic cancer. Doctor told him, you have 6 months to live. He again came up with innovations. Before he died, he had something to contribute to the world. Whatever you are going through can become a blessing for the kingdom of God. The family that you are born in, the situation that you are going through, the parents that you have, the church that you have, the brokenness that you're going through, the emotional struggles that you're going through, the sickness in your body. I don't know what you're going through. Anything that you're going through as a child of God can become a blessing for the kingdom of God. നീ ഒരു ദൈവവൈതലാണോ? ഞാന് ഒരു മാസം കേൾക്കാൻ പറയുക, എന്റെ കോളേജ് കഴിഞ്ഞപ്പോഴേ എനിക്ക് പൈസ ഒന്നുമില്ല, മുന്നോട്ട് പഠിക്കണം, മാസ്റ്റേഴ്സ് പഠിക്കണം, MA ലിറ്ററേച്ചറിന് ജോയിൻ ചെയ്തു, ഫീസ് കൊടുക്കാൻ വകയില്ല. അപ്പൻ എന്നായിരിക്കും, അപ്പനൊരു സാധാരണ പാസ്റ്റർ. സോ ഐ ഹാഡ് എ കോൾ ഓഫ് ഗോഡ്. ദൈവവിളി കേട്ടതാ. എന്നാലും ഞാൻ അന്ന് KP സാറിന്റെ അടുത്ത് പോയി. അന്ന് പണ്ടത്തെ കാലത്ത്, ഇപ്പോഴല്ല, അന്നത്തെ കാലത്ത്
എന്റെ അങ്കിള് KP യോഹന്നാൻ സാറിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് അങ്കിളിന്റെ ഒരു ശുപാർശ കത്തും മേടിച്ചോണ്ട് പോയി. അങ്കിളെ എനിക്ക് വണ്ടിക്കൂലി തന്നത് 75 രൂപ എന്നതാണ്. എന്നോട് പറഞ്ഞാടാ ഇതും കൊണ്ട് അവിടെ പോയാൽ മതി, ജോയ് പുന്നൂസിനെ കണ്ടാൽ മതി, എന്നോടുള്ള പരിചയം കൊണ്ട് നിനക്ക് അവിടെ ഒരു ജോലി തരും. ഞാൻ ഇതും കൊണ്ട് അവിടെ പോയി. ഞാൻ എൻ്റെ എല്ലാ ഡിഗ്രികളും വെച്ചു. അന്നുണ്ട് ഒരു 4-5 ഡിഗ്രി കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ കൊടുത്തു. വിളിച്ചോളാവെന്നും പറഞ്ഞു വിട്ടു. എന്നെ ഇന്നു വരെ വിളിച്ചിട്ടില്ല. അന്ന് എന്നെ വിളിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു സുവിശേഷകനാകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പലരുടെ മുമ്പിൽ തലവര വഴി അടഞ്ഞത്, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ പലരുടെ മുമ്പിൽ പല വഴി അടഞ്ഞത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. നമുക്ക് പലർക്കും സംഭവിച്ചത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. നമ്മൾ പലരും തകർച്ചകളിലൂടെ പോയത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. നമ്മൾ പലരും കണ്ണുനീരൊഴുക്കിയത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. പലർക്കും പല രോഗങ്ങൾ വന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. പലരും കരഞ്ഞത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. There will be a blessing from the brokenness. ഞാനും നീ ചിലത് വിട്ടുപോയത് ദൈവനാമ മഹത്വത്തിന്, ചിലത് മടങ്ങി വന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. Your brokenness is for a blessing. It is for the glory of God. As I wind up my words, I want to just wind up what I've been trying to share this evening. One is the title of my sermon tonight, Gospel and Grace. Gospel and grace are very powerful. From the letter to Philemon, we learned 3 very important lessons. Number 1, money and mansion for the glory of God. Use whatever God has given you for the glory of God. Whatever God has given you for the glory of God. Secondly, a passion to propagate the gospel. Whatever be our job, whatever be our situation, whatever be the life situation, experience we're going through, use that to share the gospel for the glory of God. You know, a passionate prayer and a passion to share the gospel will definitely lead someone to Christ. And number 3, the third lesson we learned, there is always a blessing that comes from brokenness. Whatever situation that we are going through, it will end up being a blessing. Amen. Because everything works together for good for them that love the Lord. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. Pastor Thomas George, thank you so very much for this opportunity. And to all men and women of God, all the dear ones, love you all. Shalom.